എന്റെ അച്ഛൻ തെരുവിൽ നിന്നും സാധനങ്ങൾ പെറുക്കി വിറ്റാണ് എന്റെയും എന്റെ അമ്മയുടെയും വിശപ്പടക്കിയിരുന്നത്. ഒരച്ഛന് തന്റെ കുടുംബത്തെ ഇങ്ങനെ നോക്കേണ്ടി വരുന്നതാണ് ഏറ്റവും വലിയ സമ്മർദ്ദം. ഞാൻ അനുഭവിക്കുന്നത് അതിനോട് താരതമ്യം ചെയ്യുമ്പോൾ ഒന്നുമല്ല. ഞാൻ വെറുതെ ഫുട്ബോൾ കളിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഫിഫ വേൾഡ് കപ്പിന്റെ സമ്മർദ്ദം വെറും 18-ാം വയസ്സിൽ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന ചോദ്യത്തിന് സ്പെയിനിന്റെ സൂപ്പർ താരം ലമീൻ യമാൽ പറഞ്ഞ ഹൃദയസ്പർശിയായ മറുപടിയാണിത്. യമാൽ തന്റെ ഓരോ ഗോൾ നേട്ടത്തിന് ശേഷവും കൈകൾ കൊണ്ട് 304 എന്ന നമ്പറുകൾ കാണിക്കാറുണ്ട്. ഇത് യമാൽ ജനിച്ചു വളർന്ന റൊക്കഫോണ്ടെ എന്ന ദരിദ്ര ഗ്രാമത്തിന്റെ പോസ്റ്റ് കോഡാണ്. സ്പെയിനിലെ ബാഴ്സലോണയിലെ ദാരിദ്ര്യവും കുറ്റകൃത്യങ്ങളും മാത്രം നിറഞ്ഞ റൊക്കഫോണ്ടെ എന്ന പ്രദേശത്താണ് യമാൽ ജനിച്ചു വളർന്നത്. വിശപ്പും ദാരിദ്ര്യവും കൊണ്ട് ജീവിക്കാൻ യാതൊരു നിവൃത്തിയില്ലാതെ ആഫ്രിക്കയിൽ നിന്നും സ്പെയിനിലേക്ക് കുടിയേറിയവരാണ് യമാലിന്റെ മാതാപിതാക്കൾ. യമാലിന്റെ 3-ാം വയസ്സിൽ മാതാപിതാക്കൾ വേർപിരിയുന്നുണ്ടെങ്കിലും മകന്റെ വളർച്ചയ്ക്കായി അവർ രണ്ടുപേരും ഒരുപോലെ കൂടെ നിന്നു. ചെറിയ പ്രായത്തിൽ തന്നെ യമാലിന് ഫുട്ബോളിൽ കഴിവും അതിലൊരു ഭാവി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയ മാതാപിതാക്കൾ തെരുവിൽ രാപ്പകലില്ലാതെ നടന്ന സാധനങ്ങൾ പെറുക്കി വിറ്റും നിരവധി സ്ഥലങ്ങളിൽ ഒരേ സമയം ജോലി ചെയ്തും അവന് ഫുട്ബോൾ കളിക്കാൻ വേണ്ട ബൂട്ടും മറ്റ് സാമഗ്രികളും വാങ്ങിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. തന്നേക്കാൾ പ്രായത്തിന് മൂത്ത ആളുകളുടെ കൂടെ കളിച്ച് അവരെ പരാജയപ്പെടുത്തിയ 6 വയസ്സുകാരനായ യമാലിനെ അവന്റെ കഴിവ് തിരിച്ചറിഞ്ഞ ബാഴ്സലോണ ക്ലബ്ബ് ല മാസിയ എന്ന പ്രശസ്തമായിട്ടുള്ള അക്കാദമിയിലേക്ക് യമാലിനെ തിരഞ്ഞെടുക്കുന്നു. തന്റെ 15-ാം വയസ്സിൽ തന്നെ ബാഴ്സലോണ ക്ലബിന്റെ സീനിയർ ടീമിലേക്ക് യമാൽ അരങ്ങേറ്റം കുറിക്കുന്നു. ക്ലബിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിരുന്നു യമാൽ. പിന്നീട് ലോകം കണ്ടത് പട്ടിണിയിലും അതിദാരിദ്ര്യത്തിൽ നിന്നും വളർന്നു വന്ന കൗമാരം വിട്ടുമാറാത്ത ഒരു പയ്യൻ റെക്കോർഡുകളും ഗോളുകളും വാരിക്കൂട്ടുന്ന കാഴ്ചയായിരുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ബാലൺ ഡിയോർ പുരസ്കാരത്തിൽ ആദ്യ 3 സ്ഥാനങ്ങൾ തന്നെ തന്റെ 18-ാം വയസ്സിൽ യമാൽ ഇടം പിടിച്ചു. തന്റെ മകനെ വളർത്തുവാൻ വേണ്ടി തെരുവിലും മാലിന്യ കൂമ്പാരങ്ങളിലും സാധനങ്ങൾ അന്വേഷിച്ച് നടന്ന അതേ യമാലിന്റെ മാതാപിതാക്കൾ ഇന്ന് ജീവിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സൗകര്യങ്ങളോടുകൂടിയാണ്.